ആര്? കുഞ്ഞുണ്ണൂലേ? വയസ്സുകാലത്ത് എന്നെ പരീക്ഷിക്കാൻ മാറ്റാനോ മറ്റോ വന്നു മോളെ. ആറ്റുമടമൻ നിന്ന് ആരോമണി വന്നു. അവന് കണ്ണുപുണ്യം കൂടി. കളിക്കട്ടെ. എന്റെ മകൻ ആരോമൻ മരിച്ചതിൽ പിന്നെ കേവൻ ചുരികയുടെ കേളി ഞാൻ കേട്ടിട്ടില്ല. ആരോമണിയാണ് മുത്തച്ഛ. ആർച്ചി അവിടെ? അമ്മ പുറത്തേക്കാവിൽ വിളക്ക് വയ്ക്കുന്നു. ചുവന്ന തൊടുകുറിയുടെയും ഈ അംഗചമയത്തിന്റെയോ ഒക്കെ സാരം ഒരു മൊഴി ചോദിക്കാൻ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടല്ലോ അച്ഛ. എന്റെ അമ്മ വന്ന് പറഞ്ഞിരുന്നു, പുത്തൂരം വീട്ടിലെ ആണുങ്ങൾക്ക് നേർച്ചക്കോഴിയുടെ ആയുസ് ദൈവങ്ങൾ തരും. അതും സത്യം. ആരെ തിരഞ്ഞാണ് നിങ്ങളുടെ പോക്ക്? മൊഴിയില്ലാതെ ആങ്ങളെ ചതിച്ചു കൊന്നല്ലോ ഒരാൾ. നാവിനറപ്പുണ്ട് ആ പേര് പറയാൻ. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ നടന്നതൊക്കെ പറഞ്ഞു. കൊടുംചതിയുടെ കഥ ഇവിടെ മാത്രം ഇന്നോളം ആരും പറഞ്ഞില്ല. മച്ചനും ചതിക്കുമെന്ന് അച്ഛൻ സംശയിച്ചപ്പോഴും മുത്തച്ഛൻ നിർബന്ധിച്ചു. തുണയ്ക്ക് അയാൾ തന്നെ പോകണമെന്ന് അല്ലേ? ഞാൻ മാത്രമല്ല, എല്ലാവരും നിർബന്ധിച്ചു. എന്നെ ചതിക്കാൻ അവന് മനസ്സ് വരുന്നു. ഞാൻ എങ്ങനെ വിശ്വസിക്കും? മടിയിലിരുത്തി മുരളച്ചോറൂട്ടി വളർത്തിനെ എന്നെ ചതിക്കാൻ. ആരോമനങ്ങളുടെ ആത്മാവിന് ഗതി കിട്ടിയിട്ടില്ല എന്ന് അച്ഛൻ അറിയൂടെ? നെയ്മറയിൽ മുറിച്ചിരിക്കാം ഇപ്പോഴും വിറയ്ക്കുന്ന അച്ഛ. ചന്തുവിനെ ജയിക്കാൻ ഇവർ കാണില്ല. കോപം കുലയിൽ നുള്ളിക്കഴിഞ്ഞില്ല പുത്തൂരം വീട്ടിലെന്ന് അവൻ അറിയണമല്ലോ. എന്നെങ്കിലും ഒരിക്കൽ ശിഷ്യരിൽ ആർക്കും കിട്ടാത്ത ഒരടവ് ബാക്കിയില്ല അച്ഛ. തുടക്കം പുറം പോയിരിക്കും. അറിവ് മാറുമ്പോൾ സൗഭദ്രമാണെന്ന് ശത്രുവിന് തോന്നണം. അവനെ ജയിക്കാൻ അതുകൊണ്ടേ കഴിയും. അവന്റെ തല കൊയ്യുമ്പോൾ പറഞ്ഞു വെട്ടണം. മുത്തച്ഛൻ അനുഗ്രഹിക്കുന്ന നടവാണിതെന്ന്. എന്നെങ്കിലും ഒരിക്കൽ പുത്തൂരം വീട്ടിലും പരം ചോദിക്കാൻ ആളുണ്ടാവുമെന്ന് കരുതിയിരിക്കില്ലാണ് ചതിയൻ ചന്തു.